പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. അങ്ങനെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ മിഗായേൽ സ്റ്റാറെ അങ്ങനെ പുറത്താക്കിയിരിക്കുകയാണ്. 2 വർഷത്തെ കരാറിലായിരുന്നു മിഗായേൽ സ്റ്റാറെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ മുക്കുമനോവിച്ചിന്റെ പകരക്കാരനായി സ്വന്തമാക്കിയിരുന്നത്. എന്നാൽ ഒരു സീസൺ പൂർത്തിയാവുന്നതിന് മുമ്പേ മിഗായേൽ സ്റ്റാറെ പുറത്താക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഈ സീസണിൽ മിഗായേൽ സ്റ്റാറയ്ക്ക് ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കാരണമാണ് ഇപ്പോൾ മിഗായേൽ സ്റ്റാറെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയിരിക്കുന്നത്. മിഗായേൽ സ്റ്റാറെ മാത്രമല്ല, ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് പരിശീലകനും അതുപോലെ തന്നെ സെറ്റ് പീസ് പരിശീലകനും ഇപ്പോൾ പടിയിറങ്ങിയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അറിയിക്കുന്നത്. വളരെ നിരാശകരമായ ഒരു ബ്രേക്കിംഗ് ന്യൂസ് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി ആരെത്തുമെന്ന് നമ്മൾ ഇനി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് ഈ മാസം 22-ാം തീയതി, അതായത് ഈ വരുന്ന ഞായറാഴ്ചയാണ്. മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെതിരെയുള്ള ഹോം മത്സരമാണ്. എന്തായാലും ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കുമോ എന്നതൊക്കെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ട ഒരു കാര്യം കൂടിയായിരിക്കും. എന്തായാലും ഇവാൻ മുക്കുമനോവിച്ചിൻ്റെ പേര് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായി ധാരാളം ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇനി ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കാൻ അത് ഇവാൻ മുക്കുമനോവിച്ചിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ബ്ലാസ്റ്റേഴ്സിനെ അറിയാവുന്ന ഏക പരിശീലകൻ ഇവാൻ മുക്കുമനോവിച്ച് മാത്രമാണ്. കൂടാതെ ഇവാൻ മുക്കുമനോവിച്ച് ബ്ലാസ്റ്റേഴ്സ് എപ്പോൾ വിളിച്ചാലും വരാൻ തയ്യാറാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവാൻ മുക്കുമനോവിച്ചിന് നമ്മളുടെ കൂടുതൽ സാധ്യതകൾ നൽകേണ്ടതാണ്. എന്തായാലും മിഗായേൽ സ്റ്റാറെ പടിയിറങ്ങിയിരിക്കുകയാണ്. മിഗായേൽ സ്റ്റാറയുടെ പകരക്കാരനായി ഇവാൻ മുക്കുമനോവിച്ച് എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ധാരാളം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കാം.